എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലണ്ടനിൽ നടന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലെ ഏറ്റുമുട്ടലിൽ സൗത്ത് ആഫ്രിക്കൻ ടീം ചാമ്പ്യന്മാരായതോടെ ക്രിക്കറ്റ് ലോകത്ത് സൗത്ത് ആഫ്രിക്കയുടെ ആധിപത്യം മുഴങ്ങിയിരിക്കുകയാണ്. ഈ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബോവും ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് വളരെ നല്ല തീരുമാനമായി മാറി. ഓസ്ട്രേലിയൻ ടീം ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ബൌളർമാർ തങ്ങളുടെ അപകടകരമായ ബൌളിംഗ് കൊണ്ട് ഓസ്ട്രേലിയയെ 212 റൺസിന് ഓൾ ഔട്ടാക്കി. എന്നാൽ ഓസ്ട്രേലിയയും ശക്തമായി തിരിച്ചടിച്ചു. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ആദ്യ ഇന്നിംഗ്സിൽ 138 റൺസിൽ ഒതുക്കി 74 റൺസിന്റെ ലീഡ് നേടി. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയൻ ടീമിന് 73 റൺസിന് 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ മിച്ചൽ സ്റ്റാർക്ക് 58 റൺസിന്റെ അർദ്ധ സെഞ്ചുറി നേടി ഓസ്ട്രേലിയയെ രണ്ടാം ഇന്നിംഗ്സിൽ 207 റൺസിലെത്തിച്ചു. അങ്ങനെ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് 282 റൺസിന്റെ വിജയലക്ഷ്യം നൽകി. ഈ ലക്ഷ്യം പിന്തുടർന്ന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി എയ്ഡൻ മാർക്രം 136 റൺസിന്റെ സെഞ്ചുറി നേടി. ടെംബ ബാവും 66 റൺസ് നേടി തങ്ങളുടെ ടീമിനെ വിജയത്തിന് അടുത്തെത്തിച്ചു. മത്സരം മുന്നോട്ട് പോകുകയും ഒടുവിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കി. സൗത്ത് ആഫ്രിക്കയുടെ വിജയത്തിന് ശേഷം അവരുടെ എല്ലാ കളിക്കാരും സന്തോഷത്തോടെ ഗ്രൗണ്ടിൽ ആഹ്ലാദിച്ചു. അവരുടെ ക്യാപ്റ്റൻ ടെംബോവുമയും വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ആരാധകരോടും ഇന്ത്യൻ ടീമിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയം കവരുന്ന ഒരു പ്രസ്താവന നടത്തി. അതിങ്ങനെ ആയിരുന്നു: എന്റെ ടീമിന്റെ വിജയത്തിൽ ഞാൻ അതിയായ സന്തോഷവാനാണ്. തുടക്കത്തിൽ ഞങ്ങൾ ഈ മത്സരം തോൽക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഞങ്ങളുടെ കളിക്കാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ടീമിന് ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരാകാൻ കഴിഞ്ഞത്. എന്റെ ടീമിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്റെ എല്ലാ ബൌളർമാർക്കും ബാറ്റ്സ്മാൻമാർക്കും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും എയ്ഡൻ മാർക്രം ബുദ്ധിമുട്ടുള്ള സമയത്ത് ബാറ്റ് കൊണ്ട് വലിയ സംഭാവന നൽകി സെഞ്ചുറി നേടി. അതേസമയം റബാഡ മികച്ച ബൌളിംഗ് പ്രകടനത്തിലൂടെ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയെ തകർത്തു. ഞങ്ങളുടെ ടീമിലെ എല്ലാ കളിക്കാരും ഈ ഫൈനൽ മത്സരത്തിൽ 100% സംഭാവന നൽകി. അതിന്റെ ഫലമായി ഓസ്ട്രേലിയയെപ്പോലുള്ള അപകടകരമായ ടീമിനെ തോൽപ്പിച്ച് ഞങ്ങൾ ചാമ്പ്യന്മാരായി. എന്നാൽ ഇന്ത്യൻ ആരാധകർക്കും ഇന്ത്യൻ ടീമിനും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർ ഞങ്ങളുടെ ടീമിനെ ഇത്രയധികം പിന്തുണച്ചു. ഇന്ത്യൻ ടീമിന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇന്ത്യൻ ആരാധകർ ഓസ്ട്രേലിയയെ പിന്തുണയ്ക്കുന്നതിന് പകരം ഞങ്ങളുടെ ടീമിനെ പിന്തുണച്ചു. ഇത് ഞങ്ങളുടെ മനോബലം വർദ്ധിപ്പിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിനെ വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്തു. എല്ലാ ഇന്ത്യൻ ആരാധകർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. തുടർന്ന് ടെംബോവും പ്രസ്താവിച്ചു: ഫൈനൽ മത്സരത്തിന് മുമ്പ് ഞങ്ങൾ രോഹിത് ശർമ്മയുമായും വിരാട് കോഹ്ലിയുമായും സംസാരിച്ചിരുന്നു. ഇന്ത്യയുടെ ഈ 2 ഇതിഹാസ കളിക്കാരും സംഭാഷണത്തിനിടെ സൗത്ത് ആഫ്രിക്കൻ ടീം ചാമ്പ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞു. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്ക ചാമ്പ്യന്മാരായതിനു ശേഷം അവരുടെ ക്യാപ്റ്റൻ ടെംബോമ ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയം കവരുന്ന പ്രസ്താവന എങ്ങനെയാണ് നടത്തിയത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. സൗത്ത് ആഫ്രിക്കയുടെ ഈ ചാമ്പ്യൻഷിപ്പ് നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.